വെൽക്കം. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് മുഖേന നമുക്ക് രൂപീകരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഫോർമേഷനാണ് പാർട്ട്ണർഷിപ്പ്. അത് the relationship between the person who have agreed to share the profit of the company carried by all or anyone for them acting for all. എന്നുവെച്ചാൽ ഇത് രണ്ടിൽ കൂടുതൽ ആൾക്കാർ ചേർന്നുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. രണ്ടോ അതിലധികമോ, 2 or more പീപ്പിൾസ് ചേർന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പിനകത്ത് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ എല്ലാവർക്കും വേണ്ടി ഒരാൾ മാത്രം പ്രവർത്തിക്കുന്നു. അയാൾക്ക് അതിനകത്ത് റിമ്യൂണറേഷൻ അല്ലാതെ കൊടുത്താൽ മതി. അതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് ദി ബിസിനസ് കാറ്റഡ് ബൈ ഓൾ. എല്ലാവരും ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ചെയ്യുന്നു. ഈ ഒരാൾ ചെയ്യുന്നു പറഞ്ഞ് ഈ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരാൾ ചെയ്യുന്നത്. ഇയാൾ മാത്രമായിട്ട് എടുത്ത ഡിസിഷനാന്ന് പറഞ്ഞ് ഇവർക്ക് കൈ വരാനും നോക്കത്തില്ല. ഇയാൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും വേണ്ടി ഒരാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടി എടുത്തിട്ടുള്ളതാണ്. എന്തെങ്കിലും അതിനകത്ത് നഷ്ടം വരികയാണെങ്കിൽ എല്ലാവരും കൂടെ സഹിക്കണം. അല്ലാതെ ഇയാൾ ചെയ്തതാണ് അതുകൊണ്ട് ഇയാളുടെ നാട്ടേക്ക് മാത്രം വയ്ക്കാൻ ഒക്കത്തില്ല. എല്ലാവർക്കും വേണ്ടി all for one, എല്ലാവർക്കും വേണ്ടി ഒരാൾ, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അവർ തന്നെ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സിനടുത്തത് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സാണ് അതിൻ്റെ ഫോർമേഷൻ നമുക്ക് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഡീഡൊക്കെ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പാർട്ടീസ് എന്ന് വെച്ചാൽ ഈ ആളുകൾ, പാർട്ടീസ് എന്ന് വെച്ചാൽ ഈ ആളുകൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻ്റ് പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ഇത് പ്രകാരം 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം മാത്രമേ ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീഗലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, വെറുതെ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ അതൊരു കേസ് സ്യൂ ചെയ്യാൻ, ഒരു കേസ് കൊടുക്കാനോ, പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കേസ് കൊടുക്കാനോ, ഈ പാർട്ട്ണർഷിപ്പിൽ പണം മുടക്കിയ ഒരു തേർഡ് പാർട്ടിക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കാനോ, ഈ തേർഡ് പാർട്ടിക്കെതിരെ പാർട്ട്ണർഷിപ്പിന് കേസ് കൊടുക്കാനോ പറ്റത്തില്ല. ഈ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമല്ല തുടങ്ങിയതെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം തുടങ്ങിയെങ്കിൽ അതൊരു ലീഗൽ ഫോർമാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ലീഗൽ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കേസ് കൊടുക്കാനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ലീഗലി അത് സപ്പോർട്ടഡാണ്. അതുകൊണ്ടൊരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തേർഡ് പാർട്ടിക്ക് അങ്ങോട്ട് കേസ് കൊടുക്കുകയും ചെയ്യാം. തേർഡ് പാർട്ടിയിൽ നിന്നും പാർട്ട്ണർഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പാർട്ട്ണർഷിപ്പിന് ഈ തേർഡ് പാർട്ടിക്കെതിരെയും കേസ് കൊടുക്കാം. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം അത് ഫോം ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഇപ്പോൾ വേറൊരാളുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങ് തുടങ്ങുക, നാളെ നമ്മൾ പാർട്ട്നേഴ്സ്, നമുക്ക് ഇതിൻ്റെ ലാഭം നഷ്ടമൊക്കെ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് വെറുതെ തുടങ്ങുകയാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡൊന്നുമില്ല, പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമല്ല തുടങ്ങിയെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ലീഗൽ സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നീട് അതിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് ലയബിലിറ്റി. ഒരു പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പിലെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇതിനകത്ത് പേഴ്സണൽ അസറ്റ് വേണമെങ്കിൽ ലയബിൾ ആവാം. പേഴ്സണൽ അസറ്റ്
മേ ബി ലയബിൾ. പേഴ്സണൽ അസറ്റ് ലയബിൾ ആവാം. ബിസിനസ്സിന് ഒരു ഡെപ്റ്റ് സംഭവിക്കും. ബിസിനസ്സിന് ഒരു കടം ഉണ്ടാവുകയാണെങ്കിൽ, ബിസിനസ്സിൽ ഡെപ്റ്റ് ഉണ്ടായി, അതിൻ്റെ ഇൻസഫിഷ്യൻ്റ് ആണ്, അതിൻ്റെ അസറ്റ് ഇൻസഫിഷ്യൻ്റ് അസറ്റാണ്, അത് വെച്ച് ഈ അസറ്റ് വെച്ച് അത് ഈ ഡെപ്റ്റ് തീർക്കാൻ ഒക്കത്തില്ല, ഇതിനേക്കാൾ കൂടുതലുണ്ട്, ഈ അസറ്റിനേക്കാളും കൂടുതൽ ഡെപ്റ്റ് അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റ് ലയബിൾ ആവും. അടുത്തത് റിസ്ക് ബെയറിങ്. അതിനകത്ത് ഏതൊരു ബിസിനസ്സിനെ പോലെയും പാർട്ട്ണർഷിപ്പിനും റിസ്ക് ഉണ്ട്. റിസ്ക് അതിനകത്ത് ഉള്ളതാണ്. The partners bear the risk involved in running a business as a team. The reward coming in the form of the profit which are shared by the partners in the agreed ratio. ഒരു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസ്ക് ഉണ്ട്. റിസ്കിന് അവർക്ക് കിട്ടുന്ന സാധനമാണല്ലോ പ്രോഫിറ്റ്. റിസ്ക് എടുക്കുന്നവർക്കേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. റിസ്ക് എടുക്കാതെ അവിടെ വെറുതെ ഒരു ബിസിനസ് വെറുതെ തുടങ്ങി ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ അവിടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് ബെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. റിസ്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, കൂടുതൽ ലാഭം, കൂടുതൽ ഷെയർ റേഷ്യോ കിട്ടും. പിന്നെ ഇതിനകത്ത് ഷെയറിങ് റേഷ്യോ, അതൊരു കാര്യമുണ്ട്. ഷെയറിങ് റേഷ്യോ എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് റേഷ്യോയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5:3, ആറിന് 5ഉം പിക്ക് 3ഉമാണ്. ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ അവിടെ ഒരു റേഷ്യോ ഉണ്ട്, എഗ്രീഡ് റേഷ്യോ ഉണ്ട്. ഇതിന് പ്രകാരമേ അവരുടെ പ്രോഫിറ്റ് വീതം വയ്ക്കത്തുള്ളൂ. ഇപ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് ഇങ്ങനെ സാധനം എഴുതിയിട്ടില്ല, എഗ്രീഡ് റേഷ്യോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് വീതിച്ചെടുക്കും. അവരുടെ ചിലപ്പോൾ അവിടെ ക്യാപിറ്റൽ, അവരിട്ടേക്കുന്ന ക്യാപിറ്റൽ ഇപ്പം 6 ഇട്ടേക്കുന്ന 5000, ചെറിയൊരു ബിസിനസ്, പി ഇട്ടേക്കുന്നത് 3000ആണ്. അപ്പോൾ ഇതനുസരിച്ചാണ് അവർ ഇതിട്ടേക്കുന്നത് 5:3 എന്നിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം അവർ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കൺട്രോളും. ഡിസിഷൻ മേക്കിംഗ് കൺട്രോൾ എന്ന് വെച്ചാൽ ഇവർ എല്ലാവർക്കും ഡിസിഷൻ മേക്ക് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. പാർട്ട്ണർഷിപ്പിനകത്ത് ഡിസിഷൻ എടുക്കാനും കൺട്രോൾ ചെയ്യാനും എല്ലാ പാർട്ട്നേഴ്സിനും തുല്യ അവകാശമാണുള്ളത്. അപ്പം ആര് എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് അവർക്ക് എല്ലാവരും കൂടി ആലോചിച്ച് അവർക്ക് മ്യൂച്വലി അവർക്ക് തീരുമാനമെടുത്ത് അവർ തമ്മിൽ ആലോചിച്ച് കാര്യങ്ങളെല്ലാം കൂടി തീരുമാനമെടുക്കും. അതൊരു ജോയിൻ്റ് എഫേർട്ടായിട്ട് പോകത്തുള്ളൂ. അതെല്ലാവരും വേണ്ടി ഒരുമിച്ച് കൂട്ടായിട്ട് എല്ലാവരും ഒരു പട്ടമേശ സമ്മേളനമൊക്കെ നടത്തി അവർ കൂട്ടായിട്ട് തീരുമാനിച്ച് അതിൻ്റെ യഥാർത്ഥ ഡിസിഷൻ എടുക്കും. പിന്നെ കണ്ടിന്യൂറ്റി. അതിനകത്ത് ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോയെന്ന് വെച്ചോ, ഇപ്പോൾ 2 പേരുള്ളതാണെങ്കിൽ ഒരാൾ പിരിഞ്ഞു പോയാൽ അത് പാർട്ട്ണർഷിപ്പ് മാറിപ്പോവും. 2 കൂടുതൽ പേരുള്ളതാണെങ്കിൽ അതിൻ്റെ ഡിസോൾയൂഷൻ്റെ കാര്യമൊന്നും വരത്തില്ല. 3 പേരുണ്ട്, ഒരാൾ പിരിഞ്ഞു പോയി, അപ്പോൾ അയാളുടെ എഗ്രീഡ് ഷെയറും ക്യാപിറ്റലൊക്കെ കൊടുത്ത് മാറ്റിയാൽ മതി. ക്യാപിറ്റലൊക്കെ കൊടുത്ത് അയാളെ അങ്ങ് വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. 2 പേര് ബാക്കിയുണ്ട്, അവർക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. പിന്നീട് ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമേ ആവത്തില്ല. ഇപ്പോൾ ഒരാൾ മരിച്ചു പോയാലും അതിൻ്റെ റിട്ടയർമെൻ്റ് ആയാലും അയാൾക്ക് ഇൻസോൾവൻസി ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഈ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് പിരിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. പഴയ എഗ്രിമെൻറ്റിനകത്ത് മരിച്ചു പോയതോ റിട്ടയർ ചെയ്തോ ഇൻസോൾവെൻ്റ് ആയതോ ആയിട്ടുള്ള, ഇൻസോൾവൻസി എന്ന് വെച്ചാൽ പാപ്പരാവുക എന്നർത്ഥം. അയാൾക്ക് കൂടുതൽ കടമുണ്ടായി എന്നുവെച്ചാൽ അയാളുടെ സ്വത്തിനേക്കാളും അസറ്റിനേക്കാളും കൂടുതൽ കടമുണ്ട്, ലയബിലിറ്റി ഉണ്ട്. അപ്പം ഇയാൾക്കത് അടച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇയാൾക്ക് വേറെ വരുമാനമൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതെല്ലാം അയാൾക്ക് പാപ്പരത്വം ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ അയാൾക്ക് കടമെല്ലാം വീട്ടിൽ കഴിയുമ്പോഴത്തേനും പാപ്പരാവും. അപ്പോൾ അയാൾക്ക് 5 ലക്ഷം രൂപ കടമുണ്ട്. അയാളുടെ കയ്യിൽ 4 ലക്ഷം രൂപയുള്ളൂ. മൊത്തം അയാളുടെ അസറ്റ് എല്ലാം കൂടി പിറ്റ് പറക്കി 4 ലക്ഷം രൂപയുള്ളൂ. അപ്പം അയാൾക്ക് ഈ 1 ലക്ഷം രൂപ കൊടുക്കാൻ ഒക്കത്തില്ല. പിന്നീട് പലരുടെ നിന്നായിരിക്കുമല്ലോ മേടിച്ചത്. അവർക്ക് ആ മേടിച്ചതിൻ്റെ
ആ പണത്തിൻ്റെ എഗ്രിമെൻറ്റ് ഓർഡർ അനുസരിച്ച് ഇപ്പം 1,00,000 രൂപ കൊടുക്കാനുള്ള ഒരാൾക്ക് 75,000 കൊടുക്കുന്നു, അങ്ങനെ 50,000 കൊടുക്കാനുള്ള ഒരാൾക്ക് 40,000 കൊടുക്കുന്നു, അങ്ങനെ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യുന്നു. ആ 4,00,000 രൂപയ്ക്കകത്ത് ബാക്കിയുള്ളത് അവർ എഴുതി തള്ളുന്നു. അങ്ങനെ പണമില്ലാതെ അയാൾ പാപ്പരാകും. പണമില്ലാത്തൊരവസ്ഥയായിട്ട് ഒരു പാപ്പരായി ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഈ പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇയാൾ മരിച്ചുപോയി എന്തെങ്കിലും ചെയ്തു, ഇയാളുടെ പേയ്മെൻ്റ് ഉണ്ടല്ലോ എഗ്രിമെൻറ്റിനകത്ത് 3:5:2 ഇങ്ങനെ കൊടുത്തേക്കുക. ഈ 2 കൊടുക്കേണ്ട ആളാണ് മരിച്ചു പോയത്. അപ്പം ഇയാളെ റിമൂവ് ചെയ്താൽ ഈ ഡീഡിനകത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് ഇങ്ങനെ കിടക്കും, എഗ്രിമെൻറ്റിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിനകത്ത് 3:5 എന്നോ അവർ പറഞ്ഞേക്കുന്ന പുതിയ എഗ്രിമെൻറ്റിൻ്റെ റേഷ്യോ എത്രയെന്നോ അങ്ങനെ വെച്ച് അവർക്ക് പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, റേഷ്യോ മാത്രമല്ല, അവരുടെ പേര്, ഡീറ്റെയിൽസ്, കമ്പനിയുടെ കാര്യങ്ങൾ, അവരുടെ അടുത്തേക്കുന്ന പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ നമ്പർ, ഒരു പാർട്ട്ണർഷിപ്പിലെ മിനിമം മാക്സിമം നമ്പേഴ്സ് വേണം. എന്ന് വെച്ചാൽ മിനിമം 2 ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ മിനിമം 1 ആയി പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണല്ലോ. അതുകൊണ്ട് തന്നെ മിനിമം പാർട്ട്നേഴ്സ് 2 ആയിരിക്കണം. മാക്സിമത്തിൻ്റെ കാര്യത്തിൽ ഈ പാർട്ട്ണർഷിപ്പ് ആക്റ്റിനകത്തും എല്ലാത്തിനകത്തും പറഞ്ഞേക്കുന്നതനുസരിച്ച് കമ്പനീസ് ആക്ട് 2013 അമെൻമെൻ്റൊക്കെ അനുസരിച്ച് 100 പേർക്ക് ആവാം. പക്ഷേ 2004 ഒരു ചെറിയൊരു അമെൻമെൻറ്റ് കമ്പനീസ് ആക്ട് വെച്ചിട്ടുണ്ട്. അതൊരു മിസ്സലേനിയസ് റൂൾ വെച്ചതനുസരിച്ച് 50 പേരാണ് ഒരു പാർട്ട്ണർഷിപ്പിനകത്തുള്ളത്. ഒരു പാർട്ട്ണർഷിപ്പിൽ 2014 അനുസരിച്ച് 50 പേർക്കേ പറ്റത്തുള്ളൂ. കമ്പനീസ് ആക്ടിൻ്റെ ഒരു മിസ്സലേനിയസ് റൂളിനകത്ത് കയറി വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനിമം 2 മാക്സിമം 50. ഓക്കെ, അടുത്തത് മ്യൂച്വൽ ഏജൻസി. The definition of the partnership highlights the fact that it is the business carried by all or anyone acting for all. In the words, എന്നുവെച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവർ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ചെയ്യുന്നതോ, ഒരാൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ഏജൻസി ആയിട്ടാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു ഇയാൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത്രയും പേര് വേറെ കുറേ പേരുണ്ട്, വേറെ കുറേ ആൾക്കാരുണ്ട്. ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഇയാൾ ഒറ്റയ്ക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഇയാൾ അവിടെ ഒരു ഇയാളുടെ പ്രിൻസിപ്പൽസായിട്ട്, ഇയാളുടെ ഓണേഴ്സായിട്ട് ബാക്കിയുള്ളവരും, ഇവരുടെ എല്ലാം കൂടി ഏജൻ്റായിട്ട് ഇയാൾ, അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഇവർക്ക് വേണ്ടി ഇവരുടെ എല്ലാം ഏജൻ്റാണ് ഇയാളുടെ പ്രിൻസിപ്പൽ. ഇയാൾ വർക്ക് ചെയ്യുന്ന ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഇത്രയും പേർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇയാൾക്ക് സ്വന്തമായിട്ടും. അതുകൊണ്ട് ഇയാളൊരു പ്രിൻസിപ്പളുമാണ്, സ്വന്തമായിട്ട് പ്രിൻസിപ്പളുമാണ്, ബാക്കിയുള്ളവരുടെ ഏജൻറ്റുമാണ്. അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് മ്യൂച്വൽ ഏജൻസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരും. ഹീ ഈസ് എ പ്രിൻസിപ്പൽ ആസ് ഹീ ടു ക്യാൻ ബി ബൗണ്ട് ബൈ ദി ആക്ട് ഓഫ് ദി അതർ പാർട്ട്ണർ. അതിൻ്റെ മെറിറ്റ്സ്, അതിൻ്റെ ഫോർമേഷനും ഡിസ്ക്ലോഷറും എളുപ്പമാണ്. പക്ഷേ ഇനിയും വരാൻ പോകുന്ന സാധനങ്ങളെക്കാളും എളുപ്പമാണ് ഫോർമേഷനും ഡിസ്ക്ലോഷറിൻ്റെയും കാര്യം. ഫോർമേഷൻ ഡിസ്ക്ലോഷറും ഇനിയും വരാൻ പോകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയാലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആയാലും അതിനേക്കാളുമൊക്കെ എളുപ്പമുള്ളൊരു ഫോർമേഷനും ക്ലോഷറുമാണ് പാർട്ട്ണർഷിപ്പിനകത്തുള്ളത്. അങ്ങനത്തെ 2-3 പേരൊക്കെ ഉള്ളല്ലോ, അല്ലെങ്കിൽ മാക്സിമം 50 പേര്. അതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ഒന്നുമല്ല. രജിസ്ട്രേഷൻ ഇതിനകത്ത് ദർ ഇസ് നോ കമ്പൽസറി വിത്ത് റെസ്പെക്ട് ടു രജിസ്ട്രേഷൻ ഓഫ് ദി ഫേം. അതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കേസ് സ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ഫേമാണെങ്കിൽ നമ്മളുടെ ഇടപാടുകൾ സൂക്ഷിച്ച് വേണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് അങ്ങോട്ട് കേസ് കൊടുക്കാനോ നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. പല ഫേമുകളും നമ്മളിപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല ഫേമുകളും തന്നെ പൂട്ടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതിനകത്ത്
നമ്മളെ പറ്റിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കേസ് അങ്ങോട്ട് കൊടുക്കാൻ നോക്കത്തില്ല. അടുത്തത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്നുവെച്ചാൽ എല്ലാവരും കൂടി നോക്കിയിട്ട് നമ്മളിപ്പം സുപ്രീം കോടതിയിലെ 7 ബെഞ്ചും വിശാല ബെഞ്ചും ഒക്കെ വരത്തില്ലയോ. അപ്പോൾ ഇതിനകത്തൊരു ഡിസിഷൻ അവർ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇന്നത്തെ ഭൂരിപക്ഷ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ്. ഇപ്പം 4 പേരെ അനുകൂലിച്ചു, 3 പേരെ പ്രതികൂലിച്ചു. ഇപ്പം 4 പേര് അനുകൂലിച്ച ആ സാധനമാണ് എടുക്കുന്നത്. ഈ 4 പേര് എന്തോത്തിൽ പറഞ്ഞോ അതാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഭൂരിപക്ഷ അഭിപ്രായമൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. ദ പാർട്ടേഴ്സ് ക്യാൻ ഓവർസീസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഏരിയാസ് ഓഫ് എക്സ്പീരിയൻസ് because an individual is not forced to handle different activities. Thus, this not only reduces the burden of the work but also leads to fewer errors in the judgment. As a consequence, decisions are likely to be more balanced. ഇതിനകത്തെ ഇതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഭൂരിപക്ഷം നോക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേര് എന്തായാലും ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരുടെയും കൊണ്ട് പൈസ പോകുന്ന കാര്യമാണ്. ഇപ്പം 4 പേര് അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ 4 പേര് അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യമല്ല. അല്ലാതെ നമുക്കിപ്പം ഒരു ബിസിനസ്സിൻ്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു അവിടെയുള്ള 50 പേരാണ് ഉള്ളത്, 50 പേരുണ്ട്. അതിനകത്ത് ഒരു 30 പേര് ഒരു തീരുമാനം പറഞ്ഞു, 20 പേര് വേറൊരു തീരുമാനം പറഞ്ഞു. ഈ 30 പേര് പറഞ്ഞ തീരുമാനമായിരിക്കും കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആലോചിച്ച് കൂടുതൽ പേർക്കും താല്പര്യമായിട്ട് തോന്നിയത് പക്ഷേ അതായിരിക്കും ശരി എന്നുള്ളൊരു നിഗമനത്തിൽ അതായിരിക്കും എടുക്കുന്നത്. ഒരു ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. കൂടുതൽ പേരുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. പിന്നീട് മോർ ഫണ്ട്സ്, കൂടുതൽ ഫണ്ട്സ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പേരുണ്ട്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കൂട്ടോ ഒരു HUFൻ്റെ കൂട്ടോ അല്ല. കാരണം വെച്ചാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അയാളുടെ സ്വന്തം പൈസ എത്ര കിട്ടുമോ അത് മാത്രമേ ഉള്ളൂ. ഒരു HUFനും അവരുടെ ഹെറിറ്റേജ് പ്രോപ്പർട്ടി എത്രയുണ്ടോ അതനുസരിച്ച് അവിടെയും ഫണ്ടുള്ളൂ. പക്ഷേ ഇത് പാർട്ട്ണർഷിപ്പിനകത്ത് കൂടുതൽ ആൾക്കാരുണ്ട്, 50 പേരുണ്ട്. ഇത്രയും പേര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ തുകയാവും, മോർ ഫണ്ട്സ് ആവും. ഷെയറിങ് ഓഫ് റിസ്ക്, ഇതിനകത്ത് റിസ്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരാൾ മാത്രം ആ റിസ്ക് ഇതാകുന്നത്, അയാൾക്ക് മാത്രം ലയബിലിറ്റി ഒക്കെ വരുന്നത്, അയാൾക്കാണ് പ്രശ്നം വരുന്നത്, ഇയാളുടെ പൈസയാണ് പോകുന്നത്. HUFലും അതുകൊണ്ട് തന്നെ HUFൽ ഒരു ഫാമിലിയുടെ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് മൊത്തത്തിലാണ്. ഒരു വ്യക്തി എന്ന നില ഒരു ഫാമിലി മൊത്തത്തിൽ അവർക്ക് മൊത്തത്തിലാണ് ലാഭം കിട്ടുന്നത്, നഷ്ടം കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെയും റിസ്ക് ഷെയർ ചെയ്യുന്നില്ല. ഇതിനകത്ത് പാർട്ണർഷിപ്പിനകത്താകുമ്പോൾ റിസ്ക് ഈ പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നോ അതുപോണക്ക് തന്നെ റിസ്ക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഏഷ്യയിൽ തന്നെ റിസ്ക്കും ഷെയർ ചെയ്തു. എത്രമാത്രം റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ടോ അത്രമാത്രം അവർക്ക് പ്രോഫിറ്റും കിട്ടും. പിന്നീട് സീക്രട്സി, ഇതിനകത്ത് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ദ അക്കൗണ്ട്സ് ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അക്കൗണ്ട്സും അതിൻ്റെ ലീഗലായിട്ടുള്ള റിപ്പോർട്ടുകളും സബ്മിറ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒരു ലീഗൽ ഫോർമാലിറ്റി ഒന്നുമില്ല, അവർക്ക് ലീഗലി നോട്ട് റിക്വയർഡ്, ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തുകൾ എത്രയാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത അവരുടെ ടേൺ ഓവറിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സീക്രട്സി ഉണ്ട്, ഒരു സീക്രട്ട് ആയിട്ടിരിക്കും. പിന്നീട് അതിൻ്റെ ലയബിലിറ്റീസാണ്. അതിൻ്റെ ലയബിലിറ്റീസ് എന്ന് പറയുമ്പം ഒന്നാമതായിട്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെയാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അതിന് ഒരു പാർട്ട്ണർഷിപ്പ് നടന്നാൽ ആദ്യം നമ്മൾ പറഞ്ഞത് അതിൻ്റെ ലയബിലിറ്റി അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ അതിനകത്ത് ലയബിളാവും. പേഴ്സണൽ പ്രോപ്പർട്ടി ലയബിളാവും. ഒരു ബിസിനസ്സിന് ബിസിനസ്സിൻ്റെ അസറ്റ് ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ലയബിലിറ്റി ഇത്രയുണ്ട്. ഇത്രയും അസറ്റിന് ഇത്രയും ലയബിലിറ്റി വന്നാൽ ഇത്രയും ഭാഗം മാത്രമേ അത് തീർക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ലയബിലിറ്റിയുടെ ഭാഗം ഇവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നെടുത്ത് അടച്ച് തീർക്കേണ്ടി വരും. പിന്നീട്
and limited resource. There is a restriction on the number of partners, and hence the contribution in terms of the capital investment is usually insufficient to support large scale business operation. As a result, partnership face problems in expansion beyond certain sizes. അത് പാർട്ട്ണർഷിപ്പ് ഇത്ര 50 പേരേ ഉള്ളൂ. 50 പേരെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവർക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്ലാനിലേക്ക് പുതിയൊരു പ്രോജക്റ്റൊക്കെ തുടങ്ങാൻ അതിന് ചില ലീഗൽ ഫോർമാലിറ്റീസ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ഫണ്ട് വെച്ച് അത്രയും ചെയ്യാനുള്ള കിട്ടത്തില്ല. ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷനുണ്ട് സപ്പോർട്ടുകളൊന്നും അതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിനകത്ത് പറ്റാറില്ല. അടുത്തതായിട്ട് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. അത് ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ പലരും അഭിപ്രായം പറയുന്നു അതുതന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായം വരും. ഇപ്പോൾ എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല വേറൊരാൾക്കുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ പല അഭിപ്രായം വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അതിനകത്ത് കണ്ടിന്യൂറ്റി ഉണ്ട് എങ്കിൽ തന്നെയും അതിനകത്ത് 2 പാർട്ട്നേഴ്സൊക്കെ ഉള്ളതെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒരാൾ പോയാൽ പാർട്ട്ണർഷിപ്പ് കംസ് ആൻ എൻഡ് വിത്ത് ദ ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ഓർ ലെൻസി ഓഫ് എനി പാർട്ട്നേഴ്സ്. It may result in lack of continuity. However, it remains partners can enter into the fresh agreement and continue run the business. ഇത് കണ്ടിന്യൂ ഒരാളുടെ ഡെത്ത് കൊണ്ടോ ഒരാളുടെ ഇൻസോൾവൻസി കൊണ്ടോ ചിലപ്പോൾ അയാൾ ആയിരിക്കും ആ പാർട്ട്ണർഷിപ്പിൻ്റെ നെടുന്തൂണായിട്ട് നിന്നത്. അപ്പോൾ അയാൾ മരിച്ചു പോവുകയോ അയാൾക്ക് ഇൻസോൾവൻസി വരികയോ എല്ലാം ചെയ്താൽ ബാക്കി പാർട്ട്നേഴ്സിനും അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യം കാണത്തില്ല. വേണമെങ്കിൽ അവർക്ക് പുതിയ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി പുതിയ റേഷ്യോയിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ എഗ്രിമെൻ്റ് ഒക്കെ ആക്കി പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. എങ്കിലും അത് പുതിയ പാർട്ട്ണർഷിപ്പൊക്കെ എഴുതേണ്ടതുകൊണ്ട് തന്നെ അവർക്കത് ചിലപ്പോൾ നിർത്താനുള്ള സാധ്യതയൊക്കെ വരും. ചിലപ്പോൾ അയാൾ കാരണമായിരിക്കും ഇയാളായിരിക്കും അതിൻ്റെ കീ പേഴ്സൺ ഇയാളായിരിക്കാം. അയാൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട്ണർഷിപ്പ് തുടരാൻ ആൾക്കും താല്പര്യം കാണത്തില്ലായിരിക്കും. അങ്ങനെയൊക്കെ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് മേക്ക് other related information public. Is there difficulty for any member of the public to ascertain the true financial status of the partnership firm? As a result, the confidence of the public in the partnership firm is generally low. ഇതിനകത്ത് മുമ്പേ പറഞ്ഞിരുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ പബ്ലിക്കായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലീഗലി അത് റിക്വയർഡ് അല്ല. അക്കൗണ്ട്സുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ അക്കൗണ്ടുകളെക്കുറിച്ച്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനെക്കുറിച്ച്, അവരുടെ ബാലൻസ് ഷീറ്റൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷനെക്കുറിച്ച് അറിയത്തില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയത്തില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏത് പൊസിഷൻ നിൽക്കുകയാണോ, അതിൻ്റെ ലൈബിലിറ്റി കൂടുതലാണോ, അതിൻ്റെ അസറ്റ് എങ്ങനെയാണ്, എങ്ങനെ ലാഭം ഉണ്ടാകുന്നുണ്ടോ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഒന്നും ഇവർ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവരുടെ വിശ്വാസ്യത കുറവായിരിക്കും. ഒരു പാർട്ട്ണർഷിപ്പിനോടുള്ള പബ്ലിക്കിൻ്റെ വിശ്വാസ്യത കുറവായിരിക്കും. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. അതിൻ്റെ അടുത്ത പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്പുകളാണ്, പാർട്ട്നേഴ്സിൻ്റെ ടൈപ്പുകളാണ്. പാർട്ട്നേഴ്സ് മെയിൻലി നമുക്ക് 6 പാർട്ട്നേഴ്സ്, 6 രീതിയിലുള്ള പാർട്ട്നേഴ്സിനാണ് 6 രീതിയിലുള്ള പാർട്ട്നേഴ്സാണ് നമുക്ക് സാധാരണയായിട്ടുള്ളത്. ഒന്നാമതായിട്ട് ആക്റ്റീവ് പാർട്ട്ണർ. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന, അതിനകത്ത് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ തരുന്ന, മാനേജ്മെൻറ്റ് കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ചെയ്യുന്ന, ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ആക്റ്റീവ് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആക്റ്റീവ് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടക്കും. പിന്നീട് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ചെയ്യും. ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടും. പാർട്ടിസിപ്പേറ്റ് മാനേജ്മെൻറ്റ്. പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടും.
ഇത്രയാണ് ആക്റ്റീവ് പാർട്ട്ണർ ചെയ്യുന്നത്. ആക്റ്റീവ് പാർട്ട്ണർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഇതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. മൈനർ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാകത്തില്ല. അത് വേറൊരു പാർട്ട്ണറാണ്, അത് പിന്നെ വേറെ പഠിക്കാം. അപ്പം അടുത്തത് ഒരു പാർട്ട്നേഴ്സിൻ്റെ ടൈപ്പിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. വേറെ ഇതുണ്ട്, പാർട്ട്നേഴ്സ് ഓരോ ഫോംസിൻ്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. പിന്നുള്ളത് സ്ലീപ്പിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റും ഇത് ചെയ്യും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യും, പക്ഷേ മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടത്തില്ല. സ്ലീപ്പിംഗ് ആണ്, അയാൾ ഉറങ്ങുന്ന പാർട്ട്ണറിനെ അങ്ങനെ ഉറങ്ങുന്നൊരു പാർട്ട്ണർ എന്ന രീതിയിലാണ് നോക്കുന്നത്. പിന്നെയുള്ളത് സീക്രട്ട് പാർട്ട്ണർ. സീക്രട്ട് പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, പിന്നീട് ഷെയർ ചെയ്യുകയും ചെയ്യും. ഇത് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടും, സീക്രട്ടായിട്ട് ഇടപെടത്തുള്ളൂ. അവരുടെ വലിയ മീറ്റിങ്ങിനൊക്കെ വന്ന് പറയത്തില്ല, എങ്കിൽ സീക്രട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നീട് നോമിനൽ പാർട്ട്ണർ, പേരിന് വേണ്ടി ഒരു പാർട്ട്ണർ. പേരിന് വേണ്ടി ഒരു പാർട്ട്ണർ ഒരിക്കലും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഇയാളുടെ പേരാണ് അവിടെ ക്യാപിറ്റലായിട്ട് എടുക്കുന്നത്. ഇപ്പം ഒരു നാപ്റ്റ്, ഇവിടേക്കുള്ള നാപ്റ്റിൻ്റെ ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു കോച്ചിങ്ങിൻ്റെ സാധനം മേജർ രവിയുടെ ആണ്. മേജർ രവിയുടെ പേര് യൂസ് ചെയ്യുന്നു. മേജർ രവി ഇതായിട്ട് കോൺട്രിബ്യൂട്ടും ചെയ്യുന്നത്, പക്ഷേ മേജർ രവിയുടെ പേര് യൂസ് ചെയ്യുന്നു. അത് പോണക്ക് അയാളുടെ പേരിൽ നിൽക്കുന്നു. മലബാർ ഗോൾഡ് ഇതിനകത്ത് മോഹൻലാലിൻ്റെ പേരിരിക്കുന്നു, അത് പോണക്ക് തന്നെ. പിന്നീട് ഒരു മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടുന്നില്ല. പിന്നെയുള്ള കാര്യം, അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നില്ല, പക്ഷേ അവർക്ക് ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഇവർക്കൊരു ഫിക്സഡ് ചാർജ് അല്ലാതെ കൊടുക്കുക. ഈ പ്രോഫിറ്റും ലോസും കൊടുക്കുകയൊന്നുമല്ല, ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, ഇവർക്ക് ചെയ്യുന്നത് പ്രത്യേക ഒരു ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പൈസ അല്ലാതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ പാർട്ട്ണർ എന്ന് വെച്ചാൽ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും ഏകദേശം ഒരു കണക്കുള്ള സാധനം തന്നെയാണ്. ഇത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയാണ്, ഇയാൾ ഇതിനകത്ത് പാർട്ട്ണറാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇയാളിനകത്ത് പാർട്ട്ണറാണ് തെറ്റിദ്ധരിച്ചിട്ട് അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നില്ല, മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടുന്നില്ല, പക്ഷേ ഇവിടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഇതിനുള്ളത്. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടും ജസ്റ്റ് പറയാം. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് വെച്ചാൽ ഇയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, ഞാൻ അവിടുത്തെ പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന് ഇയാൾ പറയുകയാണ്. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ പറയുകയാണ്, ഞാൻ അവിടുത്തെ പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അയാൾ പാർട്ട്ണറാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ ഇയാൾ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയും. ഇതിപ്പം പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുകയാണ് ഇയാൾ ഇവിടുത്തെ പാർട്ട്ണറാണെന്ന് മറ്റുള്ളവർ പറയുകയും ഇയാൾ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇയാൾ പറയുകയാണ് ഞാൻ പാർട്ട്ണർ അല്ല എന്ന് ഇയാൾ പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്യും, ആ പാർട്ട്ണർഷിപ്പ് അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്യുന്ന ആൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇത് മറ്റുള്ളവർ പറയുന്നത്. എസ്റ്റോപ്പൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറ്റുള്ള ആളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ പാർട്ട്ണറാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അയാൾ പ്രവർത്തിക്കുകയോ അയാൾ പറയുകയോ എന്തെങ്കിലും ചെയ്താൽ അയാളാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ ഒരാൾ അവിടുത്തെ പാർട്ട്ണറാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞിട്ട് ഇത് ഇയാൾ കേട്ടിട്ടും ഇയാൾ നിഷേധിക്കാതിരിക്കുകയാണെങ്കിൽ അയാൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയും. ഇനിയും അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്, അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ചെയ്യുന്നത്, കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, താങ്ക് യു.